തെണ്ടിത്തരം എന്ന് പറഞ്ഞാലല്ല, ഇതാണ് തെണ്ടിത്തരം, പക്കാ തെണ്ടിത്തരം. കാരണം മുണ്ടകയത്ത് ആ ഒരു ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ഒരുപാട് വീടുകളും ഒരുപാട് ജീവനുകളൊക്കെ പോയി. എല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളെല്ലാവരും ഒന്ന് ചേർന്നുകൊണ്ട് ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 700 കോടിയുടെ മുകളിൽ പിരിച്ചു കൊടുത്ത്. ഇന്ന് അതേ സെയിം സിറ്റുവേഷനിലേക്ക് അവർ വീണ്ടും കടന്നു. ആ ജീവനുകളൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് ഇനി ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കാശ് വേണമെന്ന് പറയുമെന്തോ. അവർക്ക് ഇതുവരെയായിട്ട് വാടക അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം, വീണ്ടും അതേ സിറ്റുവേഷൻ, അതേ അവസ്ഥയിലേക്ക് വീണ്ടും അവർ പോകുന്നു, കിടന്ന് നിലവിളിക്കണം. ഇത് കാണുന്ന ജനങ്ങൾ അന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് ഇല്ലാത്ത ആൾക്കാർ വരെ അയച്ചു കൊടുത്ത കാശുകളായിരിക്കും ഒരു പക്ഷെ അത് ഇവർക്ക് കിട്ടാൻ അർഹതപ്പെട്ട ഇവരുടെ കൈകളിലേക്ക് കിട്ടാൻ വേണ്ടിയാണെന്ന്. മരിച്ചുപോയവർക്ക് കിട്ടിയിട്ട് കാര്യമില്ല, ജീവിച്ചിരിക്കണവർക്കല്ല അത് ഉപകാരപ്പെടണ. എന്നിട്ട് ഇപ്പൊ അവരുടെ അവസ്ഥ എന്താണെന്ന് നോക്കി. പേടിക്കണ്ട. പഠിക്കുന്ന ആളുകളാണോ? ഞങ്ങൾ അരിപ്പറ്റേന്ന് പണിക്ക് പോണതാണോ? പേടിയായിട്ട് കരയാണ്. അങ്ങനെ ഞങ്ങൾ രാവിലെ അങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങൾ അതിൽ വേപ്പടി മഴയില്ലാത്തോണ്ട് ഞങ്ങൾ വന്നതാ. പോണ സമയത്ത് വെള്ളം ഉണ്ടായിട്ടില്ല. പേടിച്ചു വിറച്ച നിങ്ങളൊക്കെ പേടിച്ചു വിറച്ചു. ഒരു മനുഷ്യനായിട്ട് ലേശം ഒരു മനുഷ്യത്വത്തിന്റെ പേരിൽ മനുഷ്യനായിട്ട് കിട്ടിയതെന്ന് എന്തെങ്കിലും ഒരു നക്കാപ്പിച്ചായിട്ടാണെങ്കിൽ അവർക്ക് അവരും ജീവിക്കട്ടെ. മനുഷ്യനല്ലേ ഈ കണ്ട ജനങ്ങളെല്ലാവരും ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയല്ലേ ആ ഒരു തുക നിങ്ങളിലേക്ക് ഏൽപ്പിച്ചത് വിശ്വാസത്തിന്റെ പുറത്ത്. എടാ ഇതിൽ രാഷ്ട്രീയം ഒന്നും നോക്കാനില്ല കേട്ടോ. എന്തൊരു തരാടേ ഇത്.